നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് കൂടി ഈ പരിപാടിയുടെ ഭാഗമാകാനുള്ള അവസരമുണ്ടാകും. നിങ്ങൾക്ക് ഈ പരിപാടിയിൽ തത്സമയം പ്രതികരിക്കാനുള്ള അവസരമുണ്ടാകും. അല്പസമയത്തിനകം ആ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. നമ്മൾ ഒരുമിച്ചുള്ള വാർത്തായാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ, പ്രതികരണങ്ങൾ, പ്രത്യേക സെഗ്മെന്റുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തായാത്ര. 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്തായാത്ര ആരംഭിക്കുന്നു. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, ഇത് വാർത്തയാക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428300510. വാർത്തകളുമായി ബന്ധപ്പെട്ട്, സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെങ്കിൽ, ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇന്നത്തെ വാർത്താ ദിനം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്നാണ് നമ്മൾ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടി തുടങ്ങുന്നത്. EP ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു CPIM. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ MV ഗോവിന്ദനും VN വാസവനും അടക്കമുള്ള നേതാക്കൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചപ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഒപ്പം നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മൗനം പാലിക്കുന്ന നിലയുണ്ടായി. ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ രാവിലെ തന്നെ EP ജയരാജൻ കണ്ണൂരിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. TP രാമകൃഷ്ണനായിരിക്കും പുതിയ LDF കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള EP പടിയിറക്കം സംഘടനാ രംഗത്ത് നിന്നുള്ള വിരമിക്കലിന് കാരണമാകുമോ എന്ന ആകാംക്ഷയും ചോദ്യവും ബാക്കിയാവുകയും ചെയ്യുന്നു. EP ജയരാജൻ ഇനി LDFന്റെ മുഖമല്ല. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി CPIM തീരുമാനം വന്നു. പാർട്ടിയിലെ തലപ്പൊക്കമുള്ള നേതാവിന്റെ പടിയിറക്കം BJP ബന്ധത്തിന്റെ പേരിലായത് EPയെ ഇനി എന്നും വേട്ടയാടും. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നത്? ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിക്കുള്ള ആയുധമാകുമെന്നായിരുന്നു CPIMന്റെ ആദ്യ നിലപാട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകിയതിലുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ EP ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം EP ജയരാജനെ ക്ഷുഭിതനാക്കി. പിഴവുകൾ ആവർത്തിക്കുമ്പോഴും സംരക്ഷിച്ചു നിർത്തിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തവണ EPക്ക് തുണയായില്ല. പിന്നാലെ ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പ്രകാശ് ജാവദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടി അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ EPയുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. LDF കൺവീനർ പദവിയിൽ നിന്നാണ് EP ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി. CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു. തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ EP ജയരാജൻ അതൃപ്തനായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സെന്ററിലെ നേതൃത്വ തീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്താക്കിയതും EPക്ക് അമർഷമുണ്ടാക്കി. നീരസം EP പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ വിവാദം വെട്ടിനിരത്തലിന് ആയുധമാക്കിയതോടെ പതനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലെയും പാർട്ടിയിലെയും രണ്ടാമൻ പദവി കൂടുതൽ ഉറപ്പിക്കുന്നു. അത് സംബന്ധിച്ച് LDFന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ്
ഒരു മാറ്റത്തിന് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ EP ജയരാജന് P ജയരാജന്റേതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കൊടുവിലാണ് EP ജയരാജന് സ്ഥാനം തെറിച്ചത്. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ. പാർട്ടി പറയുന്ന ചുമതല ഏറ്റെടുക്കുമെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുമെന്ന് നിലപാട് വ്യക്തമാക്കി TP രാമകൃഷ്ണന്റെ ആദ്യ പ്രതികരണം. ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് അഭിപ്രായം, ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് CPIMന്റെ തീരുമാനം. രാജ്യത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികളുടെ കണക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു മുകേഷിന് CPIM രക്ഷാകവചമൊരുക്കിയത്. MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം കുറ്റവിമുക്തനായാൽ തിരികെ ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്ന ന്യായമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ സ്വീകരിച്ചത്. സിനിമയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ ഒരമാന്തവും കാണിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന സർക്കാരിന് ആരോപണ വിധേയൻ കൂടിയായ ഇടതുപക്ഷ MLAയും സിനിമാ നടനുമായ മുകേഷിനെ തൽക്കാലത്തേക്കെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നുന്നതേയില്ല. മുകേഷിനെ പരമാവധി സംരക്ഷിക്കുകയാണ് CPIM. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. UDFന്റെ 2 MLAമാർക്കെതിരെ നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിട്ട് അവർ രാജിവെച്ചിട്ടില്ല എന്നതടക്കമുള്ള മുരട്ടുവാദം ഉപയോഗിച്ചാണ് മുകേഷിനെ CPIM ന്യായീകരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. എക്സിക്യൂട്ടീവിന്റെ ഭാഗമാകുന്നതുകൊണ്ടാണ് ആരോപണമുയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത്. MLAമാർക്ക് അങ്ങനെ കഴിയില്ലെന്നും ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ കുറ്റവിമുക്തനാകുമ്പോൾ തിരികെ എത്താൻ പ്രയാസമായിരിക്കുമെന്നും ന്യായീകരണം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അന്വേഷണ സംഘത്തിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉറപ്പു നൽകിയ ആരോപണ വിധേയനായ ഇടതുപക്ഷ MLA ആകട്ടെ സംഘത്തെ വട്ടം ചുറ്റിച്ചു. പരാതിയിൽ തെളിവ് ശേഖരണത്തിനെത്തിയ അന്വേഷണ സംഘത്തിന് മരടിലെ ഫ്ളാറ്റിന്റെ താക്കോൽ നൽകിയില്ല. നേരത്തെ വിവരമറിയിച്ചെത്തിയ അന്വേഷണ സംഘം ഫ്ളാറ്റിനു മുന്നിൽ 1 മണിക്കൂറോളം കാത്തുകിടന്നു. ഭരണകക്ഷി MLAയും പാർട്ടിയുടെ പിന്തുണയുമുള്ള മുകേഷിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ സംഘം മടങ്ങി. പീഡനമുണ്ടായത് മരടിലെ മുകേഷിന്റെ ഫ്ളാറ്റിൽ വെച്ചാണെന്ന മൊഴിയുള്ളതിനാൽ തെളിവെടുപ്പ് അന്വേഷണ സംഘത്തിന് ഒഴിവാക്കാനാകില്ല. അടുത്ത ദിവസം താക്കോൽ എത്തിച്ചു നൽകണമെന്ന് മുകേഷിനോട് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിസ്സഹകരണം അന്വേഷണത്തെ വൈകിപ്പിക്കുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. നിസ്സഹകരണത്തോടൊപ്പം പാർട്ടി പിന്തുണ കൂടിയാകുമ്പോൾ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമോ എന്നാണോ MLA കരുതുന്നതെന്നാണ് സംശയം. സർക്കാരിന്റെ സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തുന്നുണ്ട്. സർവ്വസമയവും സ്ത്രീപക്ഷമെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് അതുമാത്രം മതിയോ മുഖം രക്ഷിക്കാനെന്നുള്ളതാണ് വരും ദിവസങ്ങളിലെ ആകാംക്ഷ. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. EPക്ക് തല്ലിയ മുകേഷിന് തലോടൽ. ഒറ്റനോട്ടത്തിൽ CPIMന്റെ തീരുമാനത്തെ എങ്ങനെ സംഗ്രഹിക്കാം? ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്നത്തെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കിയിരുന്നത് 2 കാര്യങ്ങൾ എങ്ങനെയാണ് CPIM വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. ഒന്ന്, EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുന്ന നടപടി, അതെങ്ങനെ CPIM വിശദീകരിക്കുമെന്നുള്ളത് എല്ലാവരും രാഷ്ട്രീയ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു. അതുപോലെ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജിയില്ല എന്നുള്ള തീരുമാനം എങ്ങനെയാണ് CPIM വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആദ്യം EPയുടെ കാര്യത്തിലേക്ക് വന്നാൽ,
EP മുമ്പും ആ പാർട്ടിയെ പല ഘട്ടങ്ങളിലായി പ്രതിരോധത്തിലാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കറിൻ്റെ കാര്യത്തിലാണെങ്കിൽ EP-ക്ക് തെറ്റുപറ്റി എന്ന് സെക്രട്ടറി തന്നെ തുറന്നു പറയുന്നുണ്ട്. സംഘടനാപരമായി LDF കൺവീനർ എന്നുള്ള നിലയിൽ പരിമിതികൾ ഉണ്ടായി എന്ന കാര്യം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു സംഘടനാ നടപടി എന്നുള്ള രീതിയിലല്ല പാർട്ടി വിശദീകരിക്കുന്നത്. നമുക്കറിയാം ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു വലിയ തീരുമാനം, LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ തെറിപ്പിക്കുക എന്നുള്ളൊരു വലിയ തീരുമാനത്തിലേക്ക് CPIM പോകുന്നത് എന്ത് ലക്ഷ്യമിട്ടാണ്? അതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഷഫി? റിജിത്ത്, മുകേഷിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനം അതായിരുന്നു ഇന്നത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യം. പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. അദ്ദേഹത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇതടക്കമുള്ള വിഷയങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സജീവവുമാണ്. ഇക്കാര്യത്തിൽ EP ജയരാജനും ചില അതൃപ്തികളുണ്ട്. പ്രത്യേകിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ബലിയാടാക്കുന്നു എന്നുള്ള ഒരു വാദം, അങ്ങനെ ഒരു കാര്യം അത് EP ജയരാജനുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷേ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിൽ മുകേഷിന് തലോടലും EP ജയരാജന് തല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷിക്കാത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് EP ജയരാജൻ അനുകൂലികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പക്ഷേ രണ്ടും രണ്ട് വിഷയമാണ് എന്നുള്ളതാണ് CPM ഇക്കാര്യത്തിൽ വരുത്തുന്ന ധാരണ. അപ്പോഴും സ്ത്രീപക്ഷ നിലപാടും സ്ത്രീപക്ഷ സമീപനങ്ങളും അത് സർക്കാരിൻ്റെ മുഖമുദ്രയായി ഉയർത്തുന്ന സർക്കാരിനും CPIM-നും LDF-നും മുകേഷിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു അഭിപ്രായം എന്നുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിക്കുന്ന കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു കോട്ടമായിട്ടോ ഒരു തട്ടുകേടായിട്ടോ മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ മുകേഷിനെ സംരക്ഷിക്കുമ്പോൾ CPIM കണക്ക് കൂട്ടുന്നില്ല. പതുക്കെ വിവാദങ്ങൾ തണുത്ത ശേഷം മുകേഷിനെതിരെ ആവശ്യമെങ്കിൽ നടപടി എന്നുള്ളത് മാത്രമാണ് CPM-ന്റെ ദീർഘദൂരത്തിലുള്ള ആലോചനയിൽ പോലും ഉള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി EP ജയരാജനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം EP ജയരാജൻ ഉയർത്തുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കുരുക്കിലേക്ക് കൊണ്ടെത്തിച്ചൊരു വിഷയത്തിൽ EP ജയരാജന്റെ നടപടിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു, പ്രത്യേകിച്ച് CPI ആവശ്യപ്പെടുന്നു എന്നുള്ള ന്യായീകരണം CPIM മുന്നോട്ട് വെക്കുന്നു. അതേസമയം മുകേഷിന്റെ വിഷയത്തിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസിലെ 2 MLA-മാർക്കെതിരെ അത്തരത്തിൽ ആരോപണം ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. പക്ഷേ ആ ആരോപണത്തെ തന്നെ ബൃന്ദ കാരട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പൊളിക്കുന്നുണ്ട്. കാരണം അവരങ്ങനെ ചെയ്തതുകൊണ്ട് തങ്ങൾ അങ്ങനെ ചെയ്യണോ, നമ്മൾ അങ്ങനെ ചെയ്യണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് ഇതിനോടകം തന്നെ സജീവമാക്കിയിട്ടുണ്ട് ഇടതുമുന്നണിയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു ന്യായവാദം ചില കണക്കുകളാണ്. ഇത്രയധികം ആരോപണങ്ങൾ ഇത്രയധികം ജനപ്രതിനിധികൾക്കെതിരെ ഉയർന്നപ്പോഴൊക്കെ അവരൊന്നും രാജിവെച്ചിട്ടില്ല. MLA സ്ഥാനത്ത് നിന്ന് ധാർമ്മികമായി രാജിവെച്ചിട്ട് തിരിച്ച് കുറ്റവിമുക്തനാക്കി വരുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ തിരിച്ച് ആ സ്ഥാനം കിട്ടുമോ എന്നടക്കമുള്ള ചോദ്യം, അതൊക്കെ ഇടതുമുന്നണിക്ക് ചേരുന്ന നയസമീപനങ്ങളാണോ, ഇടതുമുന്നണി നയത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണോ എന്നടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയം. ഉപാധികളും ഉണ്ടാവരുത്, കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിൽ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത്. ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും. അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ. ചലച്ചിത്ര രംഗത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ 70 കോടി രൂപ അനുവദിച്ചു. 80 കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്.
കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. വനിത, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും നൽകി വരികയാണ്. പരമാവധി 1.5 കോടി രൂപയാണ് ഈ ഇനത്തിൽ അനുവദിക്കുക. വനിതാ സംവിധായകരുടെ 4 സിനിമകൾ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചില സിനിമകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വനിതാ സംവിധായകർ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. മാതൃകാപരമായ ഒരു ചലച്ചിത്രാന്തരീക്ഷം രൂപപ്പെടുന്നതിന് സംവിധായകരെന്ന നിലയിലുള്ള വനിതകളുടെ രംഗപ്രവേശം വലിയൊരളവിൽ പ്രയോജനപ്പെടും. ഇവയെല്ലാം തന്നെ ചലച്ചിത്ര രംഗത്തിന് ഗുണപരമായി തീരും. ഇവയിലെല്ലാം സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അവാർഡ് നിറഞ്ഞ സന്തോഷത്തോടെ മോഹൻലാലിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ. ഇനി ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ചില സവിശേഷ മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് ഒരു ലഘുചിത്രം കാണാം ലാലേട്ടനെ കുറിച്ച്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ വെളിപ്പെടുത്തലുകളിൽ നിയമ നടപടികൾ തുടരുകയാണ്. ഇന്ന് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ നടൻ സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ ഓരോ കേസുകളും ഇന്ന് രജിസ്റ്റർ ചെയ്തു. വി കെ പ്രകാശിനെതിരെ പരാതി നൽകിയ യുവ കഥാകാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തി. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നടൻ സുധീഷ്, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസും കേസെടുത്തു. ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് കേസ്. അമ്മയിൽ അംഗത്വം നൽകുന്നതിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്നാണ് പരാതി. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും ടൂർ പോകാൻ നിർബന്ധിച്ചു എന്നുമാണ് സുധീഷിനെതിരായ പരാതി. സംവിധായകൻ വി കെ പ്രകാശിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് രഹസ്യമൊഴിയെടുക്കും. രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു. യുവതിയുടെ രഹസ്യമൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പള്ളിത്തോട്ടം പോലീസാണ് കൊല്ലം CJM കോടതിയിൽ അപേക്ഷ നൽകിയത്. അതേസമയം ദുരനുഭവങ്ങളെ തുടർന്നാണ് മലയാള സിനിമ ഉപേക്ഷിച്ചതെന്ന വെളിപ്പെടുത്തലുമായി നടി കസ്തൂരി രംഗത്തെത്തി. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. Cheap behavior. The production itself, there was multiple people in the production side who were that production manager got a slap from me. വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖ മലയാള നടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ കാര്യമായ പിന്തുണ ലഭിച്ചില്ല. അതിന്റെ മുതലും പലിശയും ചേർത്താണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നതെന്ന് കസ്തൂരി തുറന്നടിക്കുകയാണ്. തുറന്നു പറയുന്നതിൽ മലയാളത്തിലെ നടിമാരോട് ബഹുമാനമുണ്ട്. തമിഴിൽ ഖുശ്ബു സുന്ദർ ഉൾപ്പെടെയുള്ളവർ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇങ്ങ തമിഴ്നാട്ടിൽ ഒരുത്തർ കൂടെ പേസறதுக்கு കൂടെ ഭയപ്പെടുறாங்க. They are afraid to talk. People like Khushbu are afraid to talk. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാര്യമായി ഒന്നുമില്ല. എന്നാൽ മാറ്റത്തിന്റെ തുടക്കമാണ്. തമിഴ് സിനിമാ രംഗത്തും ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തുമെന്ന നടൻ വിശാലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു പവർഫുള്ളായ നടൻ എന്ന നിലയിൽ വാഗ്ദാനങ്ങൾ നൽകാതെ കൃത്യമായി ഇടപെടുകയാണ് വേണ്ടതെന്നും കസ്തൂരി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറി ഇന്നും 1000 റിപ്പോർട്ട്സ് വന്നാലും യൂസ് ഇരിക്കാതെ until government passes laws and people start respecting any women. இந்த ரெண்டு தான் ഫസ്റ്റ് വേണം. സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ ഫെഫ്ക മൗനം പാലിച്ചില്ലെന്ന് വ്യക്തമാക്കി ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് രംഗത്തെത്തി. സിനിമാ സംഘടനകൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. ആഷിഖ് കപൂറിന്റെ രാജി തമാശയെന്നും ബി ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ നടനും MLAയുമായ M മുകേഷിന്റെ മരടിലെ വില്ലയിൽ പരിശോധന. നടിയുമായി പോലീസ് സംഘം അല്പസമയത്തിനകം വില്ലയിലെത്തും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ ഈ വില്ലയുടെ താൽക്കോൽ നൽകാത്തതിനെ തുടർന്ന് നേരത്തെ പരിശോധന നടത്താൻ കഴിയാതെ സംഘം മടങ്ങുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രത്യേക സംഘത്തിൻ്റെ പുതിയ നീക്കം എങ്ങനെയാണ് അശ്വിൻ?
രജിത്ത്, കഴിഞ്ഞ ദിവസം നടിയുടെ രഹസ്യമൊഴി, അതായത് മുകേഷിനെതിരെ പരാതിയിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ തന്നെ ഈ മരടിലുള്ള മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള വില്ലയിൽ ഒരു പരിശോധനയ്ക്ക് പോലീസ് തയ്യാറായിരുന്നു, ഇവിടേക്ക് എത്തിയതുമാണ്. പക്ഷേ ഈ വില്ലയുടെ താക്കോൽ മുകേഷ് പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറാത്തത് വലിയ വെല്ലുവിളിയായിരുന്നതുകൊണ്ട് ഇവിടേക്ക് എത്താനോ പരിശോധന നടത്താനോ ഇന്നലെ സാധിച്ചിരുന്നില്ല. ഇന്നെന്തായാലും ആ ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ മരടിലെ വില്ലയുടെ മേൽനോട്ടക്കാരനായ ആളിൽ നിന്നും താക്കോല് പോലീസിന് കൈമാറാനുള്ള നിർദ്ദേശം മുകേഷ് നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും ഈ ഫ്ളാറ്റിൽ ഒരു പരിശോധനയ്ക്ക് എത്തുന്നത്. എന്തായാലും ഫ്ളാറ്റിനുള്ളിൽ കയറിയുള്ള പരിശോധന ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പ്രധാനമായും ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പരാതിയിൽ പറയുന്ന വില്ലയിലെത്തി സ്ഥലം തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാന അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നടി രണ്ടുപേർക്കെതിരായി 7 പേരിൽ 2 പേർക്കെതിരായ രഹസ്യമൊഴി ആലുവയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ആലുവയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഏകദേശം ഒരു 7:30 ഇവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു പരിശോധന കൂടിയാണ് നടിയുമായി അല്പസമയത്തിനുള്ളിൽ മുകേഷിന്റെ ഉടമസ്ഥതയിലുള്ള മരടിലെ ഫ്ളാറ്റിൽ നടക്കുന്നത്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതിന് എത്രത്തോളം തെളിവുകൾ ഈ പരിശോധനയിൽ കണ്ടെത്താനാകും എന്നുള്ളതടക്കം വലിയ ചർച്ചയുമാണ്. എന്തായാലും ആ നിർണായകമായ പരിശോധനയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. പോലീസ് സംഘം ഇതിനോടകം തന്നെ ഫ്ളാറ്റിന് ഈ മരടിലെ വില്ലയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിന് ഉള്ളിലെ അല്പം അകത്തേക്ക് കയറിയുള്ള വില്ലയാണ്. എന്തായാലും ആ പരിശോധന നടക്കുമ്പോൾ മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നടിയുമായുള്ള സംഘം കൂടി അകത്തേക്ക് എത്തിയാൽ അകത്തുള്ള പോലീസ് സംഘത്തിൻ്റെ കൂടി സഹായത്തോടെ പരിശോധനയിലേക്ക് കടക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. റീജിത്ത്, അശ്വിനി, കോടതിക്ക് മുമ്പിലേക്ക് ഈ വിഷയം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അതിന് സാധ്യമായ എല്ലാ രീതികളും നിലവിൽ നേരത്തെ അശ്വിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് എത്രത്തോളം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ അറിയില്ല. നടിയുമായെത്തി പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു, അല്ലേ അശ്വിൻ? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. കാരണം ബലാത്സംഗ കേസാണ് മുകേഷ് ഉൾപ്പെടെയുള്ള പലർക്കും എതിരെ എടുത്തിരിക്കുന്നത്. അതിൽ ശാസ്ത്രീയ തെളിവുകളുടെ ഒരു ആവശ്യമുണ്ട്. അതിനപ്പുറം അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസ് കൂടിയാണ്, വേഗത്തിൽ അറസ്റ്റ് നടപടികൾ വരേണ്ട ഒരു കേസ് കൂടിയാണ് ബലാത്സംഗ കേസ്. പക്ഷേ ഈ തെളിവുകളുടെ അഭാവം വലിയൊരു പ്രശ്നമാണ്. എന്തായാലും അതിവേഗം ഒരു അറസ്റ്റിലേക്ക് നീങ്ങേണ്ട എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ എത്രയും കാര്യക്ഷമമായ അന്വേഷണം നടത്തി എത്രയും വേഗം തെളിവുകൾ ശേഖരിക്കാനാകുമെങ്കിൽ അത് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഈ നടപടികളിലേക്ക് കടക്കുന്നതും. ഒപ്പം ഈ രഹസ്യമൊഴി എല്ലാ കേസുകളിലും രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതായത് വർഷങ്ങൾ മുൻപേ നടന്നൊരു ആരോപണം എന്നുള്ള നിലയിൽ വീണ്ടും അതൊരു ഈ വർഷങ്ങൾക്ക് ശേഷം അതൊരു പരാതിയായി വരുന്നു. അതിൽ നിന്നും മൊഴി മാറാതിരിക്കാനായിട്ട് കൂടിയാണ് ഈ രഹസ്യമൊഴി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘം ഈ പരാതിക്കാരിയെ കൊണ്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നിലവിലെ വെല്ലുവിളി. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ വില്ലയ്ക്ക് മുമ്പിൽ നിന്ന് ലൈംഗിക പീഡന പരാതിയിൽ നടനും MLA-യുമായ മുകേഷിന്റെ മരടിലെ വില്ലയിൽ പരിശോധന നടക്കുകയാണ്. നടിയുമായാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. അവിടെ പരിശോധന നടത്തുന്നത്, വിവരശേഖരണം നടത്തുന്നത്. അശ്വിൻ പാലാഴി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചി കളമശ്ശേരിയിൽ ഓടുന്ന ബസ്സിൽ കണ്ടക്ടറെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. കളമശ്ശേരി സ്വദേശി മിനു ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, പട്ടാപ്പകൽ നടുക്കുന്ന സംഭവം, വലിയ നടുക്കമുണ്ടാക്കിയ കൊലപാതകം, അതിൽ പ്രതി പിന്നീട് ഓടി രക്ഷപ്പെടുന്ന നിലയുണ്ടായിരുന്നു. വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ഇയാൾ പിടിയിലാവുന്നത്? വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ് ശ്യാം? ജവഹർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്ക് സമീപത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കളമശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ നേരത്തെയും ചില കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ഒരു യുവതിയുമായി ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി അവര് ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മാറി താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഇയാൾക്ക് തന്റെ കൂടെ താമസിച്ചിരുന്ന യുവതിയുമായി ഈ ബസ് ഡ്രൈവർ അനീഷ് ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന പേരിൽ സംശയമുണ്ടാകുകയും കഴിഞ്ഞ 3-4 ദിവസമായി 3 പേരെയാണ് പ്രതി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇതിന് ഇടയിൽ ഇയാൾ ഈ യുവതി ജോലി ചെയ്തിരുന്ന കടയിലെത്തി ഫോൺ ഉൾപ്പെടെ വാങ്ങുകയും അനീഷ് വരുന്ന ബസിന്റെ സമയം കൃത്യമായി മനസ്സിലാക്കി കാത്തു നിന്ന ബസ് കയറി കുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി പിന്നീട് മുട്ടത്തെത്തുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുവരുമെന്നുള്ളതാണ് വിവരം. അതിനുശേഷം മാത്രമാകും കൊലപാതകത്തിന്റെ മറ്റു കാര്യങ്ങളും മറ്റും പ്രതിയെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പ്രതി ഇപ്പോൾ
പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ നടുക്കമുണ്ടാക്കിയ സംഭവമാണ്. പട്ടാപ്പകൽ ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. കളമശ്ശേരി സ്വദേശി മിനു ബിജു ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആദ്യമായി പ്രതികരിച്ച് നടൻ മോഹൻലാൽ ഉത്തരം പറയാതെ താനെങ്ങും ഒളിച്ചോടിയിട്ടില്ല എന്നും വ്യക്തിപരമായ തിരക്കുകളിലായിരുന്നു എന്നുമാണ് വിശദീകരണം. സിനിമയിലെ പവർ ഗ്രൂപ്പിൽ താനില്ല എന്നാണ് സിനിമാ രംഗത്തെ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച മോഹൻലാലിന്റെ മറുപടി. വാക്കുകളിൽ അങ്ങേയറ്റം നിസ്സഹായതയോടെയാണ് മലയാളത്തിന്റെ താരത്തലപ്പൊക്കം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ചോദ്യങ്ങൾക്ക് മുന്നേ ഉത്തരം പറഞ്ഞു തുടങ്ങി. ഉത്തരം പറയാതെ ഒളിച്ചോടിയെന്ന ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒളിച്ചോടി പോയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഞാൻ ഗുജറാത്തിലായിരുന്നു, പിന്നെ ബോംബെയിലായിരുന്നു, മദ്രാസിലായിരുന്നു. റിപ്പോർട്ടിൽ പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങളിലൊന്നും അഭിപ്രായമില്ല. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്ന ഒറ്റ വാക്കിൽ മറുപടി: തനിക്കൊന്നും അറിയില്ലെന്നും പവർ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും മോഹൻലാൽ. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയല്ല അമ്മ. തെറ്റുകൾ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിനും സംഘടനയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒരു വ്യവസായം ആകെ തകർന്നു പോവുകയാണെന്നും തങ്ങളെക്കാൾ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ളവർ തലപ്പത്തേക്ക് വന്നോട്ടെ എന്നും മോഹൻലാൽ. കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ടെന്നും അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിലെ സിനിമകളിലേക്കും മറ്റു മേഖലകളിലേക്കും ഹേമ കമ്മിറ്റിക്ക് സമാനമായ കമ്മിറ്റികൾ വരണമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവരെ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്. സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ എത്തി നിൽക്കുന്നൊരു വിഷയമാണ്. മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മോഹൻലാലിന്റെ വാക്കുകളിൽ വ്യക്തം. സിനിമാ വ്യവസായത്തെ തകർക്കരുതെന്നും നിശ്ചലമാക്കരുതെന്നും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അന്വേഷണത്തിലുള്ള കാര്യങ്ങളിൽ തനിക്ക് ഉത്തരമില്ലെന്ന് മറുപടി. പവർ ഗ്രൂപ്പ് ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഞാൻ എങ്ങനെയാണ് കാണുന്ന ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. ന്യൂസ് ഡെസ്ക് 24. അന്വേഷണ പരിധിയിലുള്ള വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെയാണ് മോഹൻലാലിന്റെ മറുപടി. അന്വേഷണത്തിലിരിക്കുന്ന കാര്യത്തിൽ തനിക്ക് ഉത്തരമില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ വിവാദത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കൊന്നും കടക്കാതെ സിനിമാ മേഖലയെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു, അതിനെ കരകയറ്റണം എന്നുള്ള അഭ്യർത്ഥന എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ആ വിവാദം എന്താണോ മോഹൻലാലിൽ നിന്ന് തേടാൻ ശ്രമിച്ചത്, അതിനുള്ള ഉത്തരം മോഹൻലാലിൽ നിന്ന് കൃത്യമായി കിട്ടിയില്ല എന്നുള്ള വിമർശനം ശക്തമാണ്. അമ്മയുടെ മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ മറുപടി ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതാണോ, അല്ലെങ്കിൽ കാര്യമായ പ്രതികരണം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള വിമർശനം, അതിനെ എങ്ങനെ കാണണം സലീം? റിജിത്ത്, അമ്മയുടെ നിലവിലെ തന്നെ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഒപ്പം തന്നെ മലയാളത്തിലെ ഒരു സൂപ്പർ താരവും എന്ന നിലയിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അത് താരസംഘടനയുടെ ഒരു നിലപാടാണ്, അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ താരത്തിൻ്റെ നിലപാടാണ്. പക്ഷേ നിലപാടിനപ്പുറത്തേക്ക് നേരത്തെ താരസംഘടനയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞ അതേ ആവർത്തനം മോഹൻലാൽ വീണ്ടും ആവർത്തിക്കുന്നു, ഇരവാദം മുഴക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയും ആ വാർത്താ സമ്മേളനത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മലയാള സിനിമയിൽ നിന്നും അമ്മയെ ടാർഗറ്റ് ചെയ്ത്, അമ്മ സംഘടനയെ ടാർഗറ്റ് ചെയ്ത് ചില ശക്തികൾ പ്രവർത്തിക്കുന്നു. അവർ ആ കോക്കസ് മുഴുവൻ അമ്മയെ എന്തിനും ഏതിനും അമ്മയെ കുറ്റം പറയുന്നു എന്നുള്ള നിലയിൽ മാത്രമായി ആ വാർത്താ സമ്മേളനം ഒതുങ്ങി. മാത്രമല്ല, തനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല, തന്നോട് അധികം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെയുള്ള ഇരവാദമായിരുന്നു മോഹൻലാൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത്. മാത്രമല്ല, ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താൻ 2 തവണ മൊഴി നൽകിയിരുന്നു. ആ മൊഴി നൽകിയപ്പോഴൊക്കെ തൻ്റെ സെറ്റിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്നുള്ളതായിരുന്നു തൻ്റെ ബോധ്യം. അത് വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നല്ലതാണ്. ഇത്തരം കമ്മിറ്റികൾ
എല്ലാ മേഖലയിലും വരണം എന്ന് പറയുന്നു. മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ അതിഗുരുതരമായ കണ്ടെത്തലുകളെ ലഘൂകരിച്ചുകൊണ്ടാണ് മോഹൻലാൽ തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയും ചെയ്തത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നായിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സിനിമ. ആ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതിനെ ഊതിവീർപ്പിച്ച് കാണേണ്ടതില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഉത്തരങ്ങളിൽ നിന്ന് താൻ ഒളിച്ചോടിയിട്ടില്ല. തൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ മൂലമാണ് താൻ മാറി നിന്നത്. അതിനുശേഷം പിന്നീട് നാട്ടിലെത്തിയപ്പോൾ തന്നെ മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടും മറുപടി പറഞ്ഞും തനിക്ക് ശീലമില്ല എന്നുള്ള ഉൾപ്പെടെയാണ് മോഹൻലാൽ പറഞ്ഞത്. അത് നേരത്തെ സിദ്ദീഖ് അമ്മയുടേതായ ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ അതേ ആവർത്തനമാണ് മോഹൻലാൽ ഇപ്പോൾ ഇവിടെയും വ്യക്തമാക്കിയത്. റിജിത്ത്. ശരി, സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ 24. എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നാളെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കൽപ്പറ്റയിൽ നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വയനാട്ടിലെ ജില്ലാ സമ്മേളനം നമ്മളത് അതിജീവന പാതയിലുള്ളവർക്കുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയിലാണ്. അവർക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അങ്ങനെയൊരു ജില്ലാ സമ്മേളനം നടത്താൻ പോകുന്നത്. ഇതിനു മുമ്പും നമ്മൾ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആഘോഷത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് അതിൽ നിന്നൊക്കെ മാറി ഈ അതിജീവന പാതയിലുള്ളവർക്കുള്ള ഐക്യദാർഢ്യമാണ്. വിവിധ പരിപാടികൾ നടക്കാൻ പോകുന്നു. ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ് രാഹുൽ? TK24 കണക്ട് എൻ്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടി നടക്കുന്ന കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നമ്മളുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ഉൾപ്പെടെ പ്രവർത്തികൾ, അവസാനവട്ട ഒരുക്കങ്ങൾ നമ്മുടെ അണിയറ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്കാണ് വയനാട് ജില്ലാ സമ്മേളനം എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പേരിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതർ നമ്മുടെ പരിപാടിയിൽ ഭാഗമാകും. അതോടൊപ്പം രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സിലെയും 24ലെയും കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, SKN അടക്കമുള്ള 24ലെ സ്റ്റാർ അവതാരകരും ഈ പരിപാടിക്ക് മിഴിവേകാൻ ഇവിടേക്ക് എത്തും. അപ്പോൾ നാളെ രാവിലെ കൃത്യം 9 മണിക്കാണ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നാളത്തെ ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ പ്രത്യേക മോർണിംഗ് ഷോയും ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉൾപ്പെടുന്ന ഇവിടുത്തെ ദുരിതബാധിത മേഖലകളിൽ നിന്നുമാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന വിവരം കൂടി നമ്മൾ പ്രേക്ഷകരെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ ഒരു ബൈക്ക് റാലി കൂടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിജീവിക്കുന്ന വയനാടിന് കൈത്താങ്ങാകുക, അതോടൊപ്പം തന്നെ കിതയ്ക്കുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു പുതുജീവൻ നൽകുക എന്നീ ലക്ഷ്യത്തോടെയായിരുന്നു നമ്മൾ ഇന്ന് മെഗാ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. രാവിലെ 8 മണിയോടെ മേപ്പാടിൽ നിന്നും ആരംഭിച്ച പരിപാടി കുറുവ ദ്വീപിലാണ് അവസാനിച്ചത്. T സിദ്ദീഖ് MLA ആണ് രാവിലെ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ വിവിധ മേഖലകളിലൂടെ, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലൂടെ കടന്നു ചെല്ലുകയായിരുന്നു റിജിത്ത്. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം വളരെ നിരാശയിലാണ്. കാരണം കഴിഞ്ഞ 6 മാസമായി വയനാട്ടിലെ ഉൾപ്പെടെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടൽ ഉണ്ടായത്. അങ്ങനെ വിനോദസഞ്ചാരികൾ വയനാടിനെ അപ്പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു മാറ്റം വേണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ നമ്മളെല്ലാം ഈ 24ലൂടെ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാ ഇടപെടൽ ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു കുതിപ്പേകാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ കുടുംബം വയനാടിനൊപ്പം പ്രത്യേക ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ കൽപ്പറ്റയിൽ അവസാന ഘട്ടത്തിലാണ്. TK. വയനാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ജില്ലാ സമ്മേളനം. ജില്ലയിലുള്ള എല്ലാവരെയും ഞങ്ങൾ ആ ജില്ലാ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആ ദുരന്തമുഖത്ത് വലിയ വേദന അനുഭവിക്കേണ്ടി വന്നവർ, അവരെ രക്ഷാകരം ഉയർത്തി അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമാകും. നിങ്ങളും ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നാളെയാണ് ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. രാഹുൽ സുരേഷ് അതിൻ്റെ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൊതുദിനം കഴുതിയല്ല സാർ എന്ന പരിപാടി ഇവിടെ പൂർത്തിയാവുകയാണ്.